എന്നെ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ചത് കൊണ്ട് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകല നന്മകളും എനിക്ക് കിട്ടിയത്. എന്നെ ക്രിസ്തുവിനോട് ചേർത്ത് പണിതത് കൊണ്ട് എന്നെ അനുസരിക്കുന്നൊരു ഭാര്യ എനിക്ക് കിട്ടിയത്, എന്നെ സ്നേഹിക്കുന്നൊരു കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയത്. ഈ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് പണിതത് കൊണ്ട് ഈ ശുശ്രൂഷയിൽ ഇന്നും എന്നെ നിർത്തിയിരിക്കുന്നത്. കൃപയല്ലാതെ ഒന്നും പറയാനില്ല. ഒന്ന് കണ്ണടച്ച് ദൈവസന്നിധി പറയുമോ? കൃപയല്ലാതെ ഒന്നും പറയാനില്ല. നല്ലൊരു ഭർത്താവിനെ തന്നില്ലേ, അത് ദൈവകൃപയാ. നിന്റെ മുടിക്കുത്തിന് പിടിച്ച് കുത്തി ആമേൻ അടിവയറ്റി തൊഴിക്കാത്ത ഒരു ഭർത്താവിനെ തന്നില്ലേ? സന്ധ്യയാകുമ്പോൾ മദ്യം കുടിച്ചിട്ട് ആടി വരുന്ന ഒരു ഭർത്താവിനെ അല്ലല്ലോ നിനക്ക് തന്നത്. കഷ്ടപ്പെട്ട് പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് നിന്നെ നന്നായി നോക്കുന്ന ഒരു ഭർത്താവിനെ, നിന്നെ നന്നായി സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ ദൈവം നിനക്ക് തന്നില്ലേ? ഉറക്കത്തിൽ പോലും വന്ന് നിന്നെ തട്ടി നോക്കി, നിന്റെ കാലൊന്ന് വേദനിക്കുമ്പോൾ, നിന്റെ മനസ്സൊന്ന് പിടയുമ്പോൾ നിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാര്യയെ ദൈവം തന്നില്ലേ? അച്ഛാ, നീ അറിയാതെ നിനക്ക് വേണ്ടി മുട്ടുമടക്കുന്ന ഒരു ഭാര്യയെ ദൈവം തന്നില്ലേ? അത് ദൈവത്തിൻ്റെ കൃപയാ, ദൈവത്തിൻ്റെ കൃപയാ. പല മക്കളും വഴിതെറ്റിയിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാർ പലരും വഴിതെറ്റിയിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റാതെ നീ പറയുന്നിടത്ത് നിൽക്കുന്നില്ലേ? ദൈവത്തിൻ്റെ കൃപയാ. നന്ദി പറഞ്ഞ കർത്താവിന് സ്തോത്രം ചെയ്യണം. അവര് നിന്നോളം വളർന്നിട്ടും നിന്നേക്കാൾ വളർന്നിട്ടും നിന്റെ മുമ്പിൽ ബഹുമാനത്തോടെ നിൽക്കുന്ന ഒരു കുഞ്ഞ് നിനക്കുണ്ടെങ്കിൽ അതിന്റെ വളർത്തുഗുണം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാണ്. കിൻഡല് കണക്കിന് കോടിക്കണക്കിന് വില വരുന്ന കഞ്ചാവുകൾ ഈ ഭാരത മണ്ണിൽ ഇപ്പോൾ കൂട്ടത്തോടെ പിടിച്ചിട്ട് അനേക തലമുറകളെ കീഴ്ക്കനാമ്പാടാക്കിയിട്ട് അതിനകത്തൊന്നും നിന്റെ കുഞ്ഞകപ്പെടാതെ, അവസരം കിട്ടാഞ്ഞിട്ടല്ല, അവസരം കിട്ടാഞ്ഞിട്ടല്ല, അവസരം കിട്ടാഞ്ഞിട്ടല്ല, നിന്റെ തലമുറയ്ക്കകത്ത് ക്രിസ്തു ഉള്ളത് കൊണ്ട്. ഇന്ന് പകൽ മനസ്സ് തുറന്ന് പറയണം, ഒരു യോഗ്യതയും പറയാൻ യേശുവേ